നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യരുടെ ഭാഷയെക്കുറിച്ചാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഭാഷ എങ്ങനെയായിരിക്കും നമ്മുടെയൊക്കെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നത്? മനുഷ്യർ എങ്ങനെയായിരിക്കും ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിച്ചത്? നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല, മറ്റ് മൃഗങ്ങളും പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഉറുമ്പുകളും തേനീച്ചകളും അവരുടെ ഭക്ഷണത്തെക്കുറിച്ച് പരസ്പരം സംസാരിക്കുന്നുണ്ട്. കുരങ്ങന്മാർക്കും ആനകൾക്കും തിമിംഗലത്തിനും ഒക്കെ ഭാഷ കൈകാര്യം ചെയ്യാനറിയാം, അത് അവരുടേതായ രീതിയിൽ. ഒരു തത്തയ്ക്ക് മനുഷ്യൻ പറയുന്ന എല്ലാ വാക്കുകളും തന്നെ ഉച്ചരിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ മറ്റ് മൃഗങ്ങളെല്ലാം ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? ഒരു കുരങ്ങൻ്റെ കൂട്ടം ഒരു മരത്തിലിരിക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ അടുത്ത് പരിസരത്തൊരു സിംഹത്തെ കണ്ടെങ്കിൽ ഒരു കുരങ്ങന് മറ്റു കുരങ്ങന്മാർക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയും. ശ്രദ്ധിക്കുക, ഒരു സിംഹം വന്നിരിക്കുന്നു എന്ന് ഉള്ളൊരു മുന്നറിയിപ്പ് മറ്റു കുരങ്ങന്മാർക്ക് നൽകാൻ കഴിയും. പക്ഷേ മനുഷ്യന് മറ്റൊരു കാര്യം കൂടി കഴിയും. അതായത് മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് പറയാം, ഞാൻ ഇന്ന് രാവിലെ നടന്നു വരുന്ന വഴിക്ക് പുഴയുടെ അരികിൽ ഒരു സിംഹത്തിനെ കണ്ടു. ആ സിംഹം ഒരു കൂട്ടം കാളകളെ ഓടിച്ചിടുകയായിരുന്നു. ഞാനതവിടെ പതുങ്ങിയിരുന്ന് കണ്ടു. നമ്മൾ ഇനി ആ പുഴയുടെ അരികിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ വിശദമായിട്ട് സംസാരിക്കാൻ പറ്റും. ഒരു മൃഗത്തിനൊരിക്കലും ഇത്രയും വിശദമായിട്ട് ഒരു സംഭവം വിവരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഭാഷയുടെ പരിമിതി കാരണമാണ്. മനുഷ്യൻ്റെ ഭാഷ എങ്ങനെയായിരിക്കും ഇത്ര വിശദമായും ഇത്ര വലിയ രീതിയിലൊക്കെ വികസിച്ച് വന്നത്? അത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തമാശയായി തോന്നും. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭാഷ ഉപയോഗിക്കുന്നത് പരദൂഷണം പറയാനാണ്. പണ്ട് മനുഷ്യർ കൂട്ടമായി താമസിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ അത്യാവശ്യമായിരുന്നു മനുഷ്യൻ അറിയേണ്ടത് ആ കൂട്ടത്തിൽ ആരെ വെറുക്കുന്നു, ആരെ നമുക്ക് വിശ്വസിക്കാം, ആരാണ് സത്യസന്ധൻ, ആരാണ് ചതിയൻ എന്നുള്ള കാര്യങ്ങളെല്ലാം ആ കൂട്ടത്തിലുള്ളവർക്ക് അറിയേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് മറ്റ് മനുഷ്യരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ പരസ്പരം സംസാരിക്കാൻ ശീലിച്ചു തുടങ്ങി. അതാണ് ഈ പരദൂഷണം പറച്ചിലുകൾ ഉണ്ടാകാനുള്ള കാരണം. ശരിക്കും ഈ പരദൂഷണം പറച്ചിലുകൾ നല്ലൊരു കാര്യമാണ്. കാരണം അങ്ങനെയാണ് വാർത്തകൾ മനുഷ്യൻ്റെ ഇടയിൽ പരക്കുന്നതും മറ്റുള്ളവരെക്കുറിച്ച് മനുഷ്യനെ അറിയുകയും കൂടുതൽ കരുതലോടെ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കാൻ മനുഷ്യന് കഴിയുകയും ചെയ്തത് ഈ പരദൂഷണം പറച്ചിലുകൾ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആ പൂർവ്വ മനുഷ്യൻ്റെ ട്രേസസ് ഉണ്ട് എന്നറിയണമെങ്കിൽ നമ്മളൊരു സയൻസ് കോൺഫറൻസിൽ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൻ്റെ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിൻ്റെ അസോസിയേഷൻ മീറ്റിങ്ങിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇടവേളകളിൽ അവരെന്തായിരിക്കും സംസാരിക്കുക? അവർ ആറ്റങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുക, സയൻസിനെക്കുറിച്ചോ ഹിസ്റ്ററിയെക്കുറിച്ചോ ആയിരിക്കും സംസാരിക്കുക? ഒരിക്കലുമല്ല. അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അവർ കൂടുതൽ സംസാരിക്കുക മറ്റുള്ളവർ തമ്മിലുള്ള ഈഗോ ക്ലാഷിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ തൻ്റെ സുഹൃത്ത് പുതിയൊരു വണ്ടി വാങ്ങിയതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ചാണ്. അങ്ങനെ പരദൂഷണങ്ങളായിരിക്കും കൂടുതൽ പറയുക. മനുഷ്യനങ്ങനെ പരദൂഷണങ്ങൾ പറഞ്ഞു തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ടി വിയിലും പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലെല്ലാം കൂടുതൽ കാണുന്നതും നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതും ഇതുപോലുള്ള പരദൂഷണങ്ങളാണ്. അതായത് മനുഷ്യനെ ഇന്ന് കാണുന്ന ഈ നിലയിൽ എത്തിച്ചത് പരദൂഷണം പറച്ചിലുകളാണ്. കാരണം അത് മനുഷ്യനെ കൂടുതൽ ശക്തമായി കൂടുതൽ കരുതലോടെ ഇരിക്കാൻ പ്രാപ്തയാക്കി. മറ്റുള്ള അപകടങ്ങളിൽ നിന്ന് അതൊക്കെ മുൻകൂട്ടി അറിയാനായിട്ട്, മറ്റുള്ളവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നറിയാനായിട്ട്, മനുഷ്യന് അവൻ്റെ ചുറ്റുപാടുകളെ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ഈ പരദൂഷണം പറച്ചിലുകൾ സഹായിച്ചു. അങ്ങനെ പരദൂഷണം പറച്ചിലുകളാണ് മനുഷ്യൻ്റെ ഭാഷയെ വളർത്തിയെടുത്ത ഒരു വലിയ ഘടകം. അടുത്തൊരു അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.